നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ അടുത്തിടെ ഗൾഫ് രാജ്യങ്ങളിലെ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ റഷ്യയുടെ സഹായം ലഭിച്ചിട്ടുണ്ടായിരിക്കാം എന്ന സംശയത്തിലാണ് US ഇപ്പോൾ. അന്വേഷണം ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലകളിൽ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗൾഫ് മേഖലയിലെ CIA കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നതിലാണ് ഇറാനെ സഹായിക്കുന്നതിനായി ഇപ്പോൾ റഷ്യ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയോ ലക്ഷ്യസ്ഥാനം സംബന്ധിച്ച വിവരങ്ങളോ നൽകിയിട്ടുണ്ടോ എന്ന് US രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. US രഹസ്യാന്വേഷണ വിലയിരുത്തലുകളെ കുറിച്ച് അറിവുള്ള 4 പേരെ ഉദ്ധരിച്ചുകൊണ്ടാണ് റോയിട്ടേഴ്സ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങളിൽ മോസ്കോയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിലാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതുവരെ അന്വേഷണം നടത്തുന്നത്. പക്ഷേ അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ആക്രമണങ്ങളുടെ കൃത്യതയും ഫലപ്രാപ്തിയും ഒപ്പം ഇറാനുമായുള്ള റഷ്യയുടെ വിപുലമായ സാങ്കേതിക സഹകരണവും റഷ്യയുടെ പങ്കാളിത്തം സംബന്ധിച്ച് സംശയങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഗൾഫ് മേഖലകളിലെ അമേരിക്കൻ ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് റഷ്യയുടെ പിന്തുണയുണ്ടായിരുന്നു എന്ന കാര്യം US ഉദ്യോഗസ്ഥർ നേരത്തെ സമ്മതിച്ചിരുന്നതാണ്. പൊതുവെ പശ്ചിമേഷ്യയിലെ US കേന്ദ്രങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങളിൽ റഷ്യ ഇറാന് ലക്ഷ്യസ്ഥാന വിവരങ്ങളും മറ്റു പിന്തുണയും നൽകിയിട്ടുണ്ട്. അത് പിന്നീട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ CIA കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ മോസ്കോ പ്രത്യേകമായി സഹായം നൽകിയിരുന്നോ എന്നത് സംബന്ധിച്ചും രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇതിനു മുൻപ് പരസ്യമാക്കിയിരുന്നില്ല. മാർച്ച് മാസത്തിൽ ഇറാനിയൻ ഡ്രോണുകൾ സിയയുമായി ബന്ധമുള്ള കുറഞ്ഞത് 2 കേന്ദ്രങ്ങളെങ്കിലും ആക്രമണം നടത്തിയിരുന്നു. സൗദി അറേബ്യയിലെ റിയാദിലുള്ള US എംബസി വളപ്പിനുള്ളിലെ CIA കേന്ദ്രങ്ങളായിരുന്നു ഇതിലൊന്ന്. മറ്റൊന്ന് കിഴക്കൻ ഇറാഖിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. സിയയുടെ മറ്റ് കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നിട്ടുണ്ടാകാമെന്നും ചില വൃത്തങ്ങൾ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ഈ കേന്ദ്രങ്ങളുടെ അതീവ സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. CIA കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നതിൽ ഇറാനെ സഹായിക്കുന്നതിൽ റഷ്യയ്ക്ക് പങ്കുണ്ടായിരിക്കാമെന്നാണ് മേഖലയിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ഒരു പാശ്ചാത്യ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എംബസി ആക്രമണ വേളയിൽ റഷ്യ നൽകിയ ടാർഗറ്റിംഗ് ഡാറ്റ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കണമെങ്കിൽ ഇറാനെ കൃത്യമായിട്ട് റഷ്യയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഷ്കരിച്ച ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളാണ് റിയാദ് ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്നും വിശകലന വിദഗ്ധർ കരുതുന്നു. എംബസിയുടെ പുറംഭാഗത്തെ ഒരു ദുർബലമായ ഭാഗത്ത് ഒരു ഡ്രോൺ കേടുപാടുകൾ വരുത്തിയെന്നും അതിലൂടെ രണ്ടാമത്തെ ഡ്രോണിനെ അകത്തേക്ക് കടന്ന് പൊട്ടിത്തെറിക്കാൻ സാധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൂടുതൽ കൃത്യവും എതിരാളികൾക്ക് തടസ്സപ്പെടുത്താൻ പ്രയാസകരവുമായ കൊമേറ്റ M സിസ്റ്റം ഉൾപ്പെടെയുള്ള സാറ്റലൈറ്റ് നാവിഗേഷൻ സാങ്കേതിക വിദ്യ നൽകിക്കൊണ്ട് ഇറാന്റെ ഷഹദ് 136 ഡ്രോണുകൾ മെച്ചപ്പെടുത്താൻ റഷ്യ സഹായിച്ചിരിക്കാമെന്നും റിപ്പോർട്ടുകൾ. മേഖലയിലെ US സ്വാധീനം കുറയ്ക്കുന്നതിൽ മോസ്കോയ്ക്കും ടെഹ്റാനും പൊതുവായ താല്പര്യമുള്ളതിനാൽ ആഴത്തിലുള്ള റഷ്യൻ ഇടപെടൽ അതിശയിക്കാനാകില്ലെന്നും മുൻ CIA സ്റ്റേഷൻ മേധാവി ഡാനിയൽ ഹോഫ്സ്മാൻ പറഞ്ഞു. ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ച പശ്ചിമേഷ്യയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിൽ ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളുടെ റഷ്യൻ പരിഷ്കരിച്ച പതിപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ്. ജോർദാനിലെ US വ്യോമതാവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശേഷമാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് സൈനിക ബാരക്കുകൾ തകർക്കുകയും 2 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതോടെ റഷ്യ ഇറാന് ടാർഗറ്റിംഗ് ഡാറ്റ നൽകുന്നുണ്ടാകാം എന്ന ആശങ്കകൾ കൂടുതൽ ശക്തമായി. അതേസമയം ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ ദൗത്യ സംഘവും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ തദ്ദേശീയമായി നിർമ്മിച്ചവയെ അപേക്ഷിച്ച് വളരെ കൃത്യതയുള്ളതും ജാം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായ കൊമേറ്റ M സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം നൽകിക്കൊണ്ടാണ് റഷ്യ തങ്ങളുടെ ഷാഹിദ് 136 ഡ്രോണുകളുടെ കൃത്യത മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം ആക്രമിക്കപ്പെട്ട CIA കേന്ദ്രങ്ങളിലെ കൃത്യമായ എണ്ണമോ സ്ഥാനമോ വെളിപ്പെടുത്താൻ അമേരിക്കയും തയ്യാറായിട്ടില്ല. എംബസി ആക്രമണത്തിനായി ഇറാൻ റഷ്യൻ ടാർഗറ്റിംഗ് ഡാറ്റയെ ആശ്രയിച്ചിരുന്നു എന്നുള്ളതും അന്വേഷിച്ചു വരികയാണെന്നാണ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. എന്നാൽ US എംബസി പൊതുവായി ലക്ഷ്യമിട്ടതാകാമെന്നും യാദൃശ്ചികമായി CIA സ്റ്റേഷനിൽ പതിച്ചതാകാനും സാധ്യതയുണ്ടെന്നും ചില വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശക്തമായ ആക്രമണം 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് ഒഴിവാക്കി US സൈന്യം പിന്മാറി എന്നാണ് വാർത്ത. ഈ സൈനിക താവളത്തിലുണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ കാണാനില്ല. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമതാവളമാണ് ദോഹയ്ക്ക് തെക്കുള്ള അൽ ഉദൈദ്. ഇവിടെ അമേരിക്കയുടെ 10,000-ലധികം സൈനികർ തമ്പടിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെല്ലാം US സൈന്യം നടത്തിയ ആക്രമണം നിയന്ത്രിച്ചിരുന്നത് അൽ ഉദൈദിലെ കേന്ദ്രത്തിൽ നിന്നായിരുന്നു. പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും അമേരിക്കൻ സൈന്യത്തിന് താവളങ്ങളുണ്ട്. സിറിയ, ജോർദാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നിവയെല്ലാം ഇതിൽപ്പെടും. GCCയിൽ ഒമാനിൽ ഒഴികെ 5 രാജ്യങ്ങളും US സേനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ സർക്കാർ അനുമതിയോടെ ഒമാനിലെ താവളങ്ങളും ഉപയോഗിക്കാമെന്നാണ് ധാരണ. അമേരിക്കൻ സൈന്യം ഇറാനിൽ ആക്രമണം നടത്തുന്ന വേളയിൽ ഇറാൻ സൈന്യം തിരിച്ചടിക്കുന്നത് പശ്ചിമേഷ്യയിലെ US താവളങ്ങളിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട US താവളങ്ങളിലൊന്നാണ് ഖത്തറിലെ അൽ ഉദൈദ്. ഇവിടേക്കുള്ള ഇറാന്റെ മിസൈലുകളിൽ മിക്കതും ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞിരുന്നു. എന്നാൽ പലതും താവളത്തിൽ പതിക്കുകയും ചെയ്തു. അൽ ഉദൈദ് താവളത്തിൽ വലിയ നഷ്ടമാണ് അമേരിക്ക നേരിട്ടത് എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇവിടെയുള്ള US സൈനിക വിമാനങ്ങൾ അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ. നേരത്തെ 17 യുദ്ധവിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് 3ആയി ചുരുങ്ങിയിരുന്നു. ഇപ്പോൾ അതും കാണാനില്ല എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക ഉപകരണങ്ങൾ നഷ്ടമാകുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നൽകും. യുദ്ധം തുടങ്ങുന്നതിന് മുന്നോടിയായി അമേരിക്ക സൈനികരെ പുനർവിന്യസിച്ചിരുന്നു. സൈനിക ഉപകരണങ്ങൾ മാറ്റുകയും ചെയ്തിരുന്നു. അൽ ഉദൈദിലെ വിമാനങ്ങൾ അങ്ങനെ മാറ്റിയതാണോ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നതാണോ എന്ന് വ്യക്തമല്ല. അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള US താവളങ്ങളിൽ ഇപ്പോഴും ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ഇതുവരെ യുദ്ധത്തിൽ 17 US സൈനികരാണ് കൊല്ലപ്പെട്ടത്. 100-ലധികം സൈനികർക്ക് പരിക്കേറ്റെന്നും കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. $3,700 കോടി യുദ്ധത്തിന് ചെലവായി എന്നും ഇനിയും കൂടുതൽ തുക വേണമെന്നും പെന്റഗൺ US ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പശ്ചിമേഷ്യയിൽ 19 US താവളങ്ങളാണുള്ളത്. 1/2 ലക്ഷത്തോളം സൈനികരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്.